ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം എനർജീസ് ആണുള്ളത് നോക്കാം. പോസിറ്റീവ് ആയിട്ടിരിക്കണേ, അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്ന് നോക്കാം. ഓക്കെ, നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഫസ്റ്റ് കാർഡ് വന്നിട്ട് 10 ഓഫ് സ്വാർഡ്സ് ആണ്. 10 ഓഫ് സ്വാർഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു പെയിൻഫുൾ എൻഡിങ് ആണ്. അതൊരു കാർമിക് സൈക്കിളിൻ്റെ പെയിൻഫുൾ എൻഡിങ് ആണ്. 10 എപ്പോഴും ഒരു സൈക്കിളിൻ്റെ എൻഡാണ്. അതുപോലെ ഒരു പെയിൻഫുൾ എൻഡിങ് ആയിട്ടാണ് 10 ഓഫ് സ്വാർഡ്സ് കാണുന്നത്. 10 ഓഫ് സ്വാർഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു കാർമിക് സൈക്കിളിൻ്റെ പെയിൻഫുൾ ആയിട്ടുള്ള എൻഡിങ് എന്നാണ്. മേ ബി ജോലി നഷ്ടപ്പെടുക, വിശ്വാസവഞ്ചന ഏൽക്കുക, ചിലപ്പോൾ നമ്മൾ ഫിസിക്കലി ഭയങ്കര വീക്കായിരിക്കും. നമുക്ക് അസുഖങ്ങൾ വന്നിട്ട് എഴുന്നേക്കാൻ പറ്റാത്ത വിധം നമ്മൾ പെയിൻഫുൾ ആയിട്ടിരിക്കത്തില്ലേ. 10 ഓഫ് സ്വാർഡ്സ് എന്ന് വെച്ചാൽ എക്സോസ്റ്റഡ് ആണ്. ശാരീരികമായിട്ട് നമ്മളാകെ എക്സോസ്റ്റഡ് ആയിട്ട് തളർന്നിരിക്കുന്ന ഒരവസ്ഥയായിരിക്കും സാധ്യതയുണ്ട്. അതുപോലെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇടങ്ങളിൽ നിന്ന് ഹെൽപ്പ് കിട്ടാതിരിക്കുക, അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് എന്ത് പറ്റും? നമ്മൾ വിശ്വാസവഞ്ചന അനുഭവിക്കുക, പ്രണയ നൈരാശ്യം അനുഭവിക്കുക, ജോലി നഷ്ടപ്പെടുക, അങ്ങനെയൊക്കെ ഉള്ളൊരു എനർജിയാണ് ഈ 10 ഓഫ് സ്വാർഡ് എന്ന് പറയുന്നത്. എന്താണ് 10 ഓഫ് സ്വാർഡ് വന്നേക്കുന്നത്? 4 ഓഫ് പെന്റക്കിൾസ് ഹെൽത്താണ് കേട്ടോ. ഇത് ഹെൽത്ത് വൈസ് നിങ്ങൾ ഓക്കെ അല്ല എന്നാണ്. ഹെൽത്ത് വൈസ് നിങ്ങൾ പുറത്തൊന്നും പോകാൻ പറ്റാത്ത വിധം ഇവിടെ വന്നേക്കുന്ന ബോട്ടം കാർഡാണെങ്കിൽ 5 ഓഫ് വാണ്ടാണ്. അപ്പം ബോട്ടം കാർഡ് മൊത്തത്തിൽ പറയുന്നത് നിങ്ങൾ പുറത്തിറങ്ങാൻ പറ്റാത്ത വിധം നിങ്ങൾ കുറച്ച് ഹെക്റ്റിക് ആവും, ഫിസിക്കലി ഹെക്റ്റിക് ആവുന്ന പോലെയാണ്. അത് നിങ്ങളെ പേടിപ്പിക്കുന്നുണ്ട്. നിങ്ങളെ പേടിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ റെസ്ട്രിക്റ്റഡ് ആവുമെന്നാണ്. ഓക്കെ, അപ്പോൾ ഫിസിക്കലി കുറച്ച് എയിൽമെൻറ്റ്സ് ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. പനിയൊക്കെ ഉള്ളവർ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോവാം. അതുപോലെ നിങ്ങളുടെ പേടി, ഈ ഹെൽത്തിനെ ഓർത്ത് നിങ്ങളല്ലാതെ പേടിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മെൻ്റൽ പ്രഷർ ഉള്ള പോലെയും കാണുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ എൻ്റെ പൂർണ്ണ ആരോഗ്യമുള്ള ശരീരത്തിന് നന്ദി എന്ന് പറഞ്ഞ് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. അതുപോലെ നന്നായിട്ട് മരുന്ന് കഴിക്കുക, നന്നായിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് മരുന്ന് വാങ്ങിക്കുക, കഴിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക. എന്താണോ നിങ്ങളുടെ അസുഖം അതിനനുസരിച്ച് മരുന്ന് കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കുക കേട്ടോ. റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ്. അതാണ്. അപ്പോൾ ഹെൽത്ത് വൈസ് ആണ്, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് എന്തോ നിങ്ങൾ പേടിക്കുന്നുണ്ട്. ആ ഹെൽത്ത് കണ്ടീഷനെ നിങ്ങൾ പേടിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾക്ക് മറ്റു കാര്യങ്ങളിലോട്ടൊക്കെ പോകേണ്ടത് കൊണ്ടായിരിക്കും നിങ്ങൾ ആ ഹെൽത്ത് കണ്ടീഷനെ പേടിക്കുന്നതായിട്ടാണ് കാണുന്നത്. നെക്സ്റ്റ് കാർഡ് ക്വീൻ ഓഫ് സ്വാർഡ്സ് ആണ്. ക്വീൻ ഓഫ് സ്വാർഡ്സ് എന്ന് പറഞ്ഞാൽ ചോദ്യം ചെയ്യുക എന്നാണ്. അതുപോലെ നിങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി ഇരിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ വളരെ ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷയോടുകൂടി ഇരിക്കുന്നത് കണ്ടില്ലേ. ഓക്കെ, നിങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി കാണുന്ന ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നു. അപ്പോൾ അതിലേക്ക് നിങ്ങൾ ഇതെങ്ങനെ നടക്കുമെന്ന് വിചാരിച്ച് നോക്കുന്ന ഒരു എനർജിയാണ് ക്വീൻ ഓഫ് സോഡ്സും സ്റ്റാർ കാർഡും പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഒരു എന്താണ്, ഒരു പേടി മാത്രമല്ല, ഒരു ചോദ്യം ചെയ്യലും കൂടെ കാണുന്നുണ്ട്. ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു നല്ല കാര്യം നടക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിനെ നിങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നോക്കുന്നത്. അവിടെയാണ് ഈ പറഞ്ഞ 10 ഓഫ് സോഡ്സും ക്വീൻ ഓഫ് സോഡ്സും വന്നിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു സംശയമുണ്ട് ഇതെങ്ങനെ നടക്കും എന്നുള്ളത്. അപ്പോൾ ഈ പ്രതീക്ഷയിലേക്ക് കണ്ടിട്ടിരിക്കുന്ന കാര്യം നടക്കുമോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് നിങ്ങളിന്ന് നിൽക്കുന്നതായിട്ട് കാണുന്നത്. അതാണ് ക്വീൻ ഓഫ് സോഡ്സും സ്റ്റാറും പറയുന്നത്. ഈ സ്റ്റാർ എന്ന് പറയുന്നതേ ഒരു ഹീലിങ്ങിൻ്റെ കാർഡാണ്. നിങ്ങളിത് ഹീല് ചെയ്യപ്പെടുമോ എന്ന് ചോദിക്കുന്നതാണ്. അതായത് ഹീലിംഗ് അങ്ങനെ നടക്കുമോ, ഹീലിംഗ് നടന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ളൊരു ഇതാണ് ക്വീൻ ഓഫ് സോഡ്സ് കേട്ടോ. ഇത് ശരിക്കും നിങ്ങൾ ഹീല് ചെയ്യപ്പെടേണ്ട ആവശ്യമുണ്ട്. കാരണം നിങ്ങൾക്ക് ഹീൽ ചെയ്യപ്പെട്ടിട്ട് നെക്സ്റ്റ് എന്തോ നിങ്ങളുടെ കാര്യം, നിങ്ങൾക്ക് വളരെ പ്രതീക്ഷയുള്ള എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നടക്കാനുണ്ട്. അപ്പോൾ അത് ഹീൽ ചെയ്യപ്പെട്ടാൽ മാത്രമേ, ഇപ്പം നിങ്ങൾക്ക് ഈ ഫിസിക്കലി വരുന്ന എയിൽമെൻറ്റ്സ് ഹീൽ ചെയ്താൽ മാത്രമാണ് അത് നടക്കുകയുള്ളൂ. അപ്പോൾ അതിലേക്ക് നിങ്ങൾ സംശയത്തോടുകൂടി നോക്കുന്നു. ഹീൽ ചെയ്യപ്പെടൂലേ, എനിക്ക് ശരിയാവത്തില്ലേ എന്ന് നിങ്ങൾ സംശയത്തോടുകൂടി നോക്കുന്ന ഒരു എനർജിയാണ് ഈ ക്വീൻ ഓഫ് സോഡ്സ് എന്ന് പറയുന്നത് സ്റ്റാർ കാർഡ് ഒരുമിച്ച് വരുമ്പോൾ. അപ്പോൾ നിങ്ങൾ എന്ത് പറയണം? പൂർണ്ണ ആരോഗ്യമുള്ള എൻ്റെ ശരീരത്തിന് നന്ദി എന്ന് പറയുക. നിങ്ങൾക്ക് ഏത് ശരീരഭാഗത്തിലാണോ നിങ്ങൾക്കൊരു പ്രശ്നമായിട്ട് ഫീൽ ചെയ്യുന്നത് ആ ശരീരഭാഗത്തിന് നന്ദി പറയുക. അപ്പം നിങ്ങൾക്ക് പനിയാണെങ്കിൽ പൂർണ്ണ ആരോഗ്യമുള്ള എൻ്റെ ശരീരത്തിന് നന്ദി എന്ന് പറയുക. കൈക്ക് വേദനയാണെങ്കിൽ പൂർണ്ണമായ എൻ്റെ കൈയുടെ സുഖത്തിന് നന്ദി എന്ന് പറയുക. അപ്പോൾ പോസിറ്റീവ് അഫർമേഷൻസ് പറയുക. അതുപോലെ നന്നായിട്ട് മരുന്ന് കൃത്യസമയത്ത് കഴിക്കുക, നന്നായിട്ട് ആഹാരം കഴിക്കുക, നന്നായിട്ട് റെസ്റ്റ് എടുക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക കേട്ടോ. അപ്പോൾ അതാണ് ഈ 3 കാർഡുകൾ പറയുന്നത്.
ഹീൽ ചെയ്യപ്പെടും എന്ന് തന്നെയാണ് കേട്ടോ. സ്റ്റാർ കാർഡ് ഹീലിങ്ങിൻ്റെ കാർഡാണ്. ഹീൽ ചെയ്യപ്പെടുമോ എന്നുള്ള നിങ്ങളുടെ പേടിയാണ് ഈ കാണുന്നത്. നിങ്ങളതിനൊരു സംശയത്തോടുകൂടി നോക്കുന്നതാണ് ഈ കാണുന്നത്. ദെൻ 5 ഓഫ് കപ്സ് ഒരു നഷ്ടത്തിൻ്റെ പഴയ നഷ്ടത്തിൽ ഓർത്ത് നിൽക്കുന്നതാണ്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട എന്തോ ഒരു കാര്യത്തെ ഓർത്ത് ദുഃഖിച്ചിരിക്കുക, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വേദനിച്ചിരിക്കുക, അതൊക്കെയാണ് 5 ഓഫ് കപ്സ്. അതിൽ കാര്യമൊന്നുമില്ല. തൊട്ടപ്പുറത്ത് നിങ്ങൾക്ക് നിറഞ്ഞ കപ്പുകളുണ്ട്. യു ക്യാൻ ഗോ ഫോർവേഡ്. നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് നല്ല തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകാം. പാസ്റ്റിൽ നഷ്ടപ്പെട്ടതിനോർത്ത് ദുഃഖിച്ചിരിക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് തൽക്കാലം ഇല്ല. നിങ്ങൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു നിരാശയുടെ കാർഡ് കാണുന്നുണ്ട്. നിരാശയ്ക്ക് യാതൊരു സ്ഥാനവുമില്ല. നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യാനുള്ളത് കേട്ടോ. 7 ഓഫ് സ്പോർട്സ് ആണ്. ഇത് ശരിക്കും ഫിസിക്കലി വീക്കായിട്ടുള്ള ആളുകൾ തന്നെയാണ്. അതുപോലെ ചിലപ്പോൾ നിങ്ങൾ പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് തൊട്ട് മുമ്പ് നിങ്ങൾ ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രവൃത്തിയുടെ ഫലമായിട്ടായിരിക്കും നിങ്ങളുടെ ഈ അസുഖം വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളതിനെ ഈ റിവൈൻഡ് ചെയ്ത് നോക്കുകയാണ്, എങ്ങനെയായിരിക്കും ചിലപ്പോൾ എനിക്കിത് വന്നതെന്നുള്ളൊരു റിവൈൻഡിങ് ആയിരിക്കും ആകാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇത് 5 ഓഫ് കപ്സും 7 ഓഫ് സോഡ്സും വരുമ്പോഴേ ഒന്ന് നിങ്ങളുടെ എനർജി എക്സോസ്റ്റഡ് ആവുന്നതാണ്. എനർജി നിങ്ങൾ ഡ്രെയിൻഡ് ആയിട്ട് നിങ്ങൾ ഫെഡപ്പായി പോകുന്നതാണ് ഒന്ന്. പിന്നെ 7 ഓഫ് സോഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ചീറ്റിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ചീറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി ഇന്നത്തെ ദിവസം പ്രവർത്തിക്കുക. അതുപോലെ പാസ്റ്റിൽ എങ്ങനെയാണ് നിങ്ങൾ ചീറ്റ് ചെയ്യപ്പെട്ടത് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കുക. പാസ്റ്റിലത്തെ ചീറ്റിങ്ങിന് വീണ്ടും ആവർത്തിച്ചാൽ എന്ത് പ്രിവെൻഷൻ എടുക്കണമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, നഷ്ടപ്പെട്ടതിനോട്ട് ദുഃഖിച്ചിരുന്നിട്ട് കാര്യമില്ല. നമുക്ക് മുന്നോട്ടാണ് പോകേണ്ടത്, പുറകോട്ടല്ല. അപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ പണ്ട് എന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ അവസ്ഥ വന്നതെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതിപ്പോൾ നിങ്ങളുടെ ഫിസിക്കലായിട്ടുള്ള ഇപ്പോൾ ഉള്ള ഫിസിക്കൽ എയിൽമെൻറ്റിൻ്റെ കാര്യമാണെങ്കിലും ശരി, ഇനി അതല്ല മറ്റെന്ത് കാര്യമാണെങ്കിലും ശരി, നിങ്ങൾക്കൊരു നിരാശയിൽ നിങ്ങൾ ഇന്നത്തെ ദിവസം ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല, അത് കഴിഞ്ഞു പോയി, പാസ്റ്റാണത്, അവിടെ പോയിട്ട് എനിക്ക് തിരുത്താൻ പറ്റത്തില്ല. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം, മുന്നോട്ട് പോകണം. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോയെന്ന് ചുറ്റും നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് ചുറ്റുമുണ്ട്. നിങ്ങൾ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക, യൂണിവേഴ്സിന് നന്ദി പറയുക, കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് വെച്ചിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അതുപോലെ പാസ്റ്റിലത്തെ ചതിയിൽ നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല. പാസ്റ്റിലത്തെ ചതി നിങ്ങൾ ചതിക്കപ്പെടേണ്ടതായിരുന്നു, നിങ്ങളതിൽ നിന്നൊരു പാഠം ഉൾക്കൊള്ളേണ്ടതായിരുന്നു, അതുകൊണ്ടാണ് അത് സംഭവിച്ചത്. അതിൽ നിന്നൊരു പാഠം ഉൾക്കൊള്ളുക, മുന്നോട്ട് പോവുക. ഇന്നേ ദിവസവും ചിലപ്പോൾ മറ്റുള്ളവരാൽ ചതിക്കപ്പെടാൻ സാധ്യതയുണ്ട്, അങ്ങനൊരു കാർഡാണിത്. അതുകൊണ്ട് അത് മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഇന്നത്തെ ദിവസം നമ്മൾ പ്ലാൻ ചെയ്യാൻ. മറ്റുള്ളവരുടെ ഒരു ആവശ്യത്തിനും നമ്മൾ നിന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മുടെ കാര്യം നോക്കി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. പാസ്റ്റിൽ നിങ്ങളെ ചതിച്ചിട്ട് പോയിട്ടുള്ള ആരെങ്കിലും തിരിച്ചു വന്നാൽ നമ്മൾ അവരോട് ഒരു ഫേവറും കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം അവർ മനഃപൂർവ്വമായി ചതിച്ചിട്ട് പോയിട്ടുള്ളവരാണ്. അവർ വന്നു, അവരുടെ കാര്യം നടത്തിപ്പോയി. നമ്മളെ ജീവിതത്തിൽ മറ്റൊരു പാതയിലേക്ക് കൊണ്ടുപോകാനാണ് ഈ ആളുകൾ വന്നതും ചതിച്ചതും ഒക്കെ. അപ്പോൾ അതിൽ നിന്നൊരു പാഠം ഉൾക്കൊണ്ട് നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോകുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ചതിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളതിൽ ശ്രദ്ധിക്കുക. ഈ ചതിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരാൾ വന്നിട്ട് നമ്മളെ ചതിക്കുക എന്നൊന്നും നിർബന്ധമില്ല. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് തന്നെ നമുക്ക് ചതി പറ്റാം. ആവശ്യമില്ലാത്തതുകൊണ്ട് പണം സ്പെൻഡ് ചെയ്യുക, തിരിച്ചു വിടാൻ ഇടയില്ലാത്ത പൈസ കടം കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാം. പിന്നെ ചുള്ളു വിലയ്ക്ക് സാധനങ്ങൾ മേടിക്കാൻ പോയിട്ട് അബദ്ധത്തിൽപ്പെടുക, അങ്ങനെ സംഭവിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇന്നേ ദിവസം ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, 7 ഓഫ് വാണ്ട്സ് കുറച്ച് നെഗറ്റീവ് തോട്ട്സിലൊക്കെ ഇരിക്കുന്ന പോലെ കാണുന്നുണ്ട്. അതുപോലെ ഒറ്റപ്പെട്ട പോലെ ഫീൽ ചെയ്യുക, ഒറ്റയ്ക്ക് എന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരിക. ചിലപ്പം ഇന്ന് മറ്റുള്ളവർ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് പോകുന്ന ചില ജോലികൾ നിങ്ങൾ ഒറ്റയ്ക്ക് ഇന്ന് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും. അപ്പോൾ അവർക്ക് എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ, അല്ലെങ്കിൽ ഞാൻ മാത്രം എന്തിനാണ് ഇത് സഫർ ചെയ്യുന്നത് എന്ന് ആലോചിക്കുക. എനിക്ക് അബദ്ധം പറ്റിപ്പോയി എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ട്രാപ്പിലായിപ്പോയി എന്ന് വിചാരിക്കുന്നതും നമ്മൾ കുറച്ച് നെഗറ്റീവ് തോട്ട്സിൽ ഇരിക്കുകയും കൂടെ ചെയ്യുന്നതാണ് 7 ഓഫ് വാണ്ട്സ് എന്ന് പറയുന്നത്. കുറേയൊക്കെ പ്രശ്നങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്, അത് ശരിയാണ്. പക്ഷേ അതിൻ്റെ കൂടെ നമ്മൾ അങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും, ഇവരങ്ങനെ ചിന്തിച്ച് കാണും, ഇവരിങ്ങനെ ചിന്തിച്ച് കാണും എന്നൊക്കെ കുറേയും കൂടെ ചിന്തിച്ച് കൂട്ടിയിട്ട് നമ്മുടെ ഓവർ ബേർഡൻ്റെ തിങ്കിങ് കൊണ്ടും നമ്മുടെ ഓവർ തിങ്കിങ് കൊണ്ടും കുറച്ചും കൂടി പ്രശ്നം കൂട്ടി വെക്കുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഓവർ തിങ്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ആ ചിന്തയെ അങ്ങ് ക്യാൻസൽ ചെയ്യണം, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് 3 ഓഫ് വാണ്ട്സ് ആണ്. ഇത് വിദേശത്തേക്കൊക്കെ പോകാൻ ശ്രമിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വിദേശത്തേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആയി വരുന്നതാണ്. അപ്പം യാത്രയ്ക്ക് പുറപ്പെടുന്ന ആളാണ്, പ്ലാനിങ് ആൻഡ് പ്രിപ്പറേഷൻ്റെ കാർഡാണിത്. വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് നല്ല വാർത്തകൾ കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ എല്ലാ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ യാത്രയ്ക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുങ്ങി വരുന്നതുകൊണ്ട് നിങ്ങൾ അതിനുള്ള പ്ലാനിങ് ആൻഡ് പ്രിപ്പറേഷൻ നടത്തുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ
ജീവിതത്തിൽ മുന്നോട്ട് അടുത്ത ഘട്ടത്തിലേക്ക് പോകാനുള്ള ഒരു ചുവടുവയ്പ് നടത്തുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ പ്ലാനിങ് ആൻഡ് പ്രിപ്പറേഷൻ ആവാനും സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്ന് നിങ്ങളുടെ ലൈഫിലെ ഒരു പുതിയ മേഖല, ഒരു പുതിയ ഘട്ടം ആരംഭിക്കുമായിരിക്കും. നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻറ്റിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെക്കുന്ന ദിവസമായിരിക്കും. അപ്പോൾ അതിനുള്ള പ്ലാനിങ് ആൻഡ് പ്രിപ്പറേഷൻ നടത്തുന്ന പോലെയാണിത് കാണുന്നത്. ഓക്കെ, 3 ഓഫ് വാണ്ട്സ് പറയുന്നത് മോസ്റ്റ്ലി വിദേശത്തേക്ക് പോകുന്ന ആളുകൾക്കുള്ള പ്ലാനിങ് ആൻഡ് പ്രിപ്പറേഷനാണ്. കൂടാതെ നിങ്ങളുടെ ലൈഫിൽ അടുത്ത ഘട്ടത്തിലേക്ക് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിരിക്കും. ഒരു പാഷനെ ചേസ് ചെയ്ത് പോകുന്നവരാണെങ്കിൽ നിങ്ങളതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് വിശാലമാക്കാനുള്ള, നിങ്ങളുടെ ജീവിതം വിശാലമാക്കുന്ന എന്തെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് പോകുന്നതായിരിക്കും. മേ ബി വീട് വാങ്ങിക്കുക, വീട് വെക്കുക, കാർ വാങ്ങിക്കുക, പിന്നെ വസ്തു വാങ്ങിക്കുക, ചിലപ്പോൾ ഒരു പുതിയ ജോബിൽ പ്രവേശിക്കുക, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു മൈൽ സ്റ്റോൺ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇന്നേ ദിവസം നടക്കുന്നുണ്ടാവും. കിങ് ഓഫ് പെൻറ്റക്കിൾസ്, ധാരാളം പണം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ്. പണം കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ പണം ധാരാളമായിട്ട് വന്ന് ചേരുന്നത് മാത്രമല്ല, നമ്മൾ പണം എത്ര കൂടുതൽ നമ്മളിലേക്ക് വരുന്നു അത്രത്തോളം നമ്മൾ വിനയാന്യതരായിരിക്കുക എന്നാണ്. എത്രത്തോളം നമ്മളിലേക്ക് നമ്മൾ പണത്തിന് അധിപന്മാരാകും അത്രത്തോളം നമ്മൾ ജനറസ് ആയിരിക്കുക എന്നാണ്. മറ്റുള്ളവരെയും കൂടെ നമ്മൾ കാണുക, മറ്റുള്ളവർക്കും കൂടി വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുക എന്നൊക്കെയാണ്. ജനറസ് ആയിരിക്കണം എന്ന് കൂടിയാണ് ഇത് പറയുന്നത്. കൂടാതെ നമ്മൾ ഇമോഷണൽ സ്റ്റെബിലിറ്റിയിലിരിക്കുക, കുറച്ചും കൂടെ മാനസികമായിട്ട് സമ്മർദ്ദപ്പെടാത്ത കാര്യങ്ങളെ തന്മയത്വത്തോടുകൂടി കൈകാര്യം ചെയ്യണമെന്നൊക്കെയാണ് കിങ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. എന്തായാലും പണം ധാരാളമായിട്ട് വരുമെന്ന് കാണുന്നുണ്ട്. തന്നെ 3 ഓഫ് സോഡ്സ് ആണ്. എന്തോ ഒരു മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന കാര്യം ലൈഫിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ പാസ്റ്റിലത്തെ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 4 ഓഫ് വാണ്ട്സും 3 ഓഫ് കപ്സും ആണ്. ഇത് റിലേഷൻഷിപ്പിനകത്തെ ഒരു തേർഡ് പാർട്ടി എൻട്രിയാണ്. ചിലപ്പോൾ നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ ചിലപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി മറ്റൊരാളുമായിട്ട് സമയം ചെലവഴിക്കുന്നതോ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് എന്തൊരു ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുന്നതോ ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഹാർട്ട് ബ്രോക്കൺ സ്റ്റേറ്റ് ഉണ്ടാകുന്നതാവാൻ സാധ്യതയുണ്ട്. റിലേഷൻഷിപ്പിനകത്തൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന എനർജിയാണ് 3 ഓഫ് കപ്സ് 3 ഓഫ് സോഡ് വന്നേക്കുന്നത്. അപ്പോൾ ഒരു മേ ബി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ കാണുമായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന വ്യക്തി എന്ന് പറയുന്ന ആൾ, അയാൾ നിങ്ങളുടെ മുമ്പിൽ വെച്ച് മറ്റൊരാൾക്ക് സാഹചര്യം, സമയം, പണം, പരിഗണന, സ്നേഹമൊക്കെ കൊടുക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ കാണുന്നതാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതാണ് 3 ഓഫ് സോഡ്സ് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ഹാർട്ട് ബ്രോക്കൺ സ്റ്റേറ്റ് വരുന്നുണ്ടെന്ന് കാണുന്നു. 8 ഓഫ് സോഡ്സ് എന്ന് പറയുന്നത് കുറച്ച് വർക്ക് ഓറിയൻറ്റഡ് ആയിരിക്കും, വേഗത്തിൽ ജോലികളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്ന എനർജി ഉണ്ട്, കരിയർ ഫോക്കസ്ഡ് ആയിരിക്കാൻ സാധ്യതയുണ്ട്, യാത്രയുടെ കാർഡാണ്, യാത്ര ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സൂക്ഷിക്കണം, എടുത്തുചാട്ടം വേണ്ട, മുൻകോപം വേണ്ട, മഴക്കാളി സ്വഭാവം വേണ്ട, മഴക്കുണ്ടാക്കാനൊക്കെ ഉള്ളൊരു ടെൻഡൻസി ഉണ്ടാകാൻ സാധ്യതയുണ്ട് കേട്ടോ. ബോട്ടം ഹൈ പ്രീസ്റ്റസ് ആണ്. അപ്പോൾ എന്തൊക്കെയൊരു നിഗൂഢത നിങ്ങൾക്ക്, അതായത് നിങ്ങൾ മനസ്സിലാക്കാതിരുന്ന ചില സത്യങ്ങളൊക്കെ നിങ്ങൾക്ക് മുമ്പിൽ വെളിവാകാൻ സാധ്യത ഉള്ള പോലെ കാണുന്നുണ്ട്. ഹൈലി ഇൻറ്റ്യൂട്ടീവ് ആയിരിക്കും. അതുപോലെ അമ്മയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചിലപ്പോൾ ലൈഫിൽ നിന്ന് നടക്കുന്നുണ്ടാവും. അമ്മയെ കാണുക, അല്ലെങ്കിൽ അമ്മയോട് സംസാരിക്കുക, എന്നും അമ്മയെ കാണാത്ത ആളാണെങ്കിൽ കേട്ടോ. പിന്നെ അമ്മയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു സ്പിരിച്വൽ ഫീമെയിൽ എനർജിയിൽ നിന്ന് നിങ്ങൾക്ക് ഗൈഡൻസ് കിട്ടുന്നതാകാൻ സാധ്യതയുണ്ട്. ഒരു സ്പിരിച്വൽ ആയിട്ടുള്ളൊരു ഒരു സ്ത്രീയെ കാണുക, അവരിൽ നിന്ന് ഗൈഡൻസ് എടുക്കുക, അതൊക്കെയാണ് ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് തന്നെ കുറച്ച് ഇൻറ്റ്യൂഷൻ കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും. നിങ്ങളുടെ ഡിവൈനുമായിട്ടുള്ള കണക്ഷൻ ഭയങ്കര ഹൈ ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് മുന്നേ നിങ്ങൾക്ക് തന്നെ മനസ്സിലൊരു ധാരണ വരുന്നുണ്ടാവും, ഇനി ഇങ്ങനെ നടക്കുമെന്ന്. അത് അതുപോലെ തന്നെ നടക്കാനും സാധ്യതയുണ്ട്. അതാണ് ഈ ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി പറയുന്നത് കേട്ടോ. നിങ്ങൾ സത്യമെന്ന് വിചാരിക്കാത്ത കാര്യം ചിലപ്പോൾ സത്യമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നുണ്ടാവും. നിങ്ങൾ മനസ്സിലാക്കാതിരുന്ന സത്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെളിവാകുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. അതൊക്കെയാണ് ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് മൊത്തത്തിലുള്ളൊരു റീഡിങ്. ഇവിടെ ഒരു 10 ഓഫ് സോഡ്സ് ഉണ്ട്. അത് ശാരീരികമായിട്ട് അസുഖം വയ്യാതെ കിടക്കുന്ന ആളുകളായിരിക്കാം, ചിലപ്പോൾ ജോബ് നഷ്ടപ്പെടുന്ന ആളുകളായിരിക്കാം, പ്രണയ നൈരാശ്യം വരുന്നവരായിരിക്കാം, ഫിനാൻഷ്യലി നമ്മൾ വിശ്വസിച്ച ആളുകൾ നമ്മൾ ചതിക്കുന്നതായിരിക്കാം. കാരണം അവിടെ 7 ഓഫ് സോഡ്സും ഉണ്ട്, ഇവിടെ 3 ഓഫ് സോഡ്സ് ഉണ്ട്, 7 ഓഫ് വാണ്ട്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും സാഹചര്യങ്ങൾ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് നമ്മൾ അതിന് പ്രിവെൻഷൻ എടുത്തിരിക്കുക. അങ്ങനെയുള്ളൊരു സാഹചര്യം വന്നാൽ നമ്മളതിനെ എതിരിടാൻ റെഡിയായിട്ട് മാനസികമായിട്ട് പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. അങ്ങനെയുള്ള സാഹചര്യം ഉള്ളവരുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും റീഡിങ്ങിൽ ഹെൽത്ത് വൈസ് കുറച്ച് പ്രശ്നമുള്ളവരെയാണ് കണ്ടത്. ഇത് നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. താങ്ക് യു സോ മച്ച്.